ഹലോ, നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് പോർട്ട്ഫോളിയോ റിട്ടേൺ ആൻഡ് റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസ്. നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇവാലുവേഷനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പോർട്ട്ഫോളിയോ റിട്ടേൺ? പോർട്ട്ഫോളിയോ റിട്ടേൺ നമ്മൾക്കറിയാം, ഒരു പീരീഡിൽ, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ ആ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഏൺ ചെയ്ത റിട്ടേണിനെയാണ് പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറയുക. ഓക്കെ, പോർട്ട്ഫോളിയോ റിട്ടേൺ നമ്മൾ മുന്നേ യൂസ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയുണ്ട്. ചേഞ്ച് ഇൻ വാല്യൂ പ്ലസ് ഇൻകം ഏൺ ഡ്യൂറിങ് ദ ഹോൾഡിംഗ് പീരീഡ്. ചേഞ്ച് ഇൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്പോസ് 100 രൂപയ്ക്ക് മേടിച്ച ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ വാല്യൂ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 150 രൂപയായി. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപയാണ്. പ്ലസ് ഇൻകം ഏൺ ഡ്യൂറിങ് ദ ഹോൾഡിംഗ് പീരീഡ്. എന്തൊക്കെയായിരിക്കും ഇൻകം ഏൺ ചെയ്യുക? ഡിവിഡൻസ് ആയിട്ട് ഏൺ ചെയ്യാറുണ്ട്, ഇൻട്രസ്റ്റ് ആയിട്ട് ഏൺ ചെയ്യാറുണ്ട്, വേറെ എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ ഇൻകം ഏൺഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ്: ചേഞ്ച് ഇൻ വാല്യൂ പ്ലസ് ഇൻകം ഏൺ ഡ്യൂറിങ് ദ ഹോൾഡിംഗ് പീരീഡ്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്ന പീരീഡിനാണ് ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുക. അപ്പോൾ പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മച്ച് യു ഏൺ ഫ്രം യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. ആ പെർട്ടിക്കുലർ പീരീഡിന് പറയുന്ന പേരാണ് ഹോൾഡിംഗ് പീരീഡ്, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പീരീഡ്. ഇനി നമ്മൾ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയൊക്കെ യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ടും എസെൻഷ്യലി ഒരു പോർട്ട്ഫോളിയോ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പല കമ്പനികളുടെ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു പോർട്ട്ഫോളിയോനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുക. ഇവിടുത്തെ കാൽക്കുലേഷൻ പക്ഷേ ഡിഫറൻ്റ് ആണ്. അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ ബാക്കി പോർട്ട്ഫോളിയോകളിൽ നിന്ന് കാൽക്കുലേഷൻ ഡിഫറൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ടിൽ എൻട്രി ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും എപ്പോൾ വേണമെങ്കിലും ആവാം. ഓക്കെ, ട്രഡീഷണൽ പോർട്ട്ഫോളിയോൻ്റെ പോലെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന ഒരു പോർട്ട്ഫോളിയോയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സ് ആ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് ആവുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിട്ടേണിൻ്റെ കാൽക്കുലേഷൻ ഒരു ഡിഫറെൻറ്റ് വേയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ദ പീരീഡ്, ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ കാലാവധിയിൽ ത്രൂ ഔട്ട് ദ പീരീഡ് ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ ഉണ്ടാവാറുണ്ട്, ഔട്ട്ഫ്ലോ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ യൂണിറ്റ് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്താണ്. അത് ബേസ് ചെയ്തേക്കുന്ന NAV അല്ലെങ്കിൽ നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്നൊരു യൂണിറ്റ് പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് NAV നെറ്റ് അസെറ്റ് വാല്യൂ മെത്തേഡ്. ഇനി എന്താണ് NAV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് യൂണിറ്റിൻ്റെ പ്രൈസാണ്. ഒരു യൂണിറ്റിൻ്റെ പ്രൈസിനെയാണ് നമ്മൾ നെറ്റ് അസെറ്റ് വാല്യൂ പെർ യൂണിറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ NAV എന്ന് പറയുക. NAV ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പറയാം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്, വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ്. NAV താഴോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ലോവറായിട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്ലൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് നല്ലതല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി NAV കാൽക്കുലേറ്റ് ചെയ്യാൻ, ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ NAV നെറ്റ് അസെറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. R ഈക്വൽസ് NAV എൻഡ് മൈനസ് NAV ബിഗിൻ പ്ലസ് D+C ഹോൾ ഡിവൈഡഡ് ബൈ NAV ബിഗിൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ NAV എൻഡിന് പകരം NAV T എന്നായിരിക്കും, NAV ബിഗിന് പകരം NAV T-1 എന്നായിരിക്കും. T എന്ന് പറഞ്ഞാൽ അവിടെ ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് T ഈക്വൽസ് ബിഗിനിങ് ടൈം, ക്ലോസിങ് ടൈം, ആൻഡ് T-1 മീൻസ് ബിഗിനിങ് പീരീഡ്. ഓക്കെ, വാല്യൂ അറ്റ് ദ ബിഗിനിങ് പീരീഡ്. അപ്പോൾ ഇവിടെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ആണ്, റിട്ടേൺ ഫ്രം മ്യൂച്വൽ ഫണ്ട്. NAV എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിങ് പീരീഡ്, ക്ലോസിങ് ഡേറ്റിലുള്ള NAV, ബിഗിനിങ് ഡേറ്റിലുള്ള NAV ആണ് NAV ബിഗിൻ. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻസ് ആണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 150 രൂപയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ എത്ര? 50 രൂപ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ പോരാ, അല്ലെങ്കിൽ റിട്ടേണിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ജഡ്ജ് ചെയ്താൽ പോരാ, റിസ്ക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് NAVയുടെ ഫോർമുല വെച്ച് നമുക്ക് റിട്ടേൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നൊരു എക്സാമ്പിൾ നോക്കാം. NAV അറ്റ് ദ സ്റ്റാർട്ട് അല്ലെങ്കിൽ NAV അറ്റ് ദ ബിഗിനിങ് T-1 എന്ന് പറയുന്നത് 20 ആണ്. NAV അറ്റ് ദ എൻഡ് ഓർ NAV T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 റുപ്പീസാണ്. ഡിവിഡൻഡ് 2 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ NAV കാൽക്കുലേഷൻ, റിട്ടേൺ കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ NAV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മൈനസ് 20 പ്ലസ് D, അതായത് ഡിവിഡൻഡ് 2 റുപ്പീസ് ഡിവൈഡഡ് ബൈ NAV അറ്റ് ദ സ്റ്റാർട്ട് 20 റുപ്പീസ്. അപ്പോൾ 35% കിട്ടും. അപ്പോൾ 35% ആണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ നമ്മൾ പറയുന്നത്. ഇനി ഈ റിട്ടേൺ മാത്രം കമ്പയർ ചെയ്താൽ പോരാ, എന്തുകൂടി കമ്പയർ ചെയ്യണം? റിസ്ക്കും കൂടി കമ്പയർ ചെയ്യണം. ഹയർ റിട്ടേൺ ഡസ് നോട്ട് ഓൾവേസ് മീൻ ബെറ്റർ പോർട്ട്ഫോളിയോ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയതാണ്. ഹയർ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല പോർട്ട്ഫോളിയോ ആണെന്നില്ല. ഹയർ റിട്ടേൺ എക്സ്ട്രാ റിസ്ക് ഉണ്ടെങ്കിൽ അത് നല്ലതാവില്ല, അല്ലേ? അപ്പോൾ
രണ്ടും കൂടി വെച്ച് കമ്പയർ ചെയ്യണം, റിട്ടേണും റിസ്ക്കും കൂടി വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രോപ്പർ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ ഇവാലുവേഷൻ നടത്താൻ പറ്റുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ വാട്ട് ഈസ് റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു പോർട്ട്ഫോളിയോൻ്റെ ഇവാലുവേഷൻ നടത്തുമ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് റിസ്കിന് എത്ര എക്സ്ട്രാ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിസ്ക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഒരു യൂണിറ്റ് ഓഫ് റിസ്കിന് എത്ര എക്സ്ട്രാ റിട്ടേൺ നമ്മൾ ഏൺ ചെയ്യണം എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിസ്ക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. അതിനാണ് ബെറ്റർ ഇവാലുവേഷൻ എന്ന് പറയുക. അപ്പോൾ ബെറ്റർ ഇവാലുവേഷൻ ഈക്വൽസ് റിട്ടേൺ ഏൺഡ് പെർ യൂണിറ്റ് ഓഫ് റിസ്ക്, അല്ലെങ്കിൽ എക്സ്ട്രാ റിട്ടേൺ ഏൺഡ് പെർ യൂണിറ്റ് ഓഫ് റിസ്ക്. ഓരോ അഡീഷണൽ യൂണിറ്റ് ഓഫ് റിസ്ക് ഏറ്റെടുക്കുന്നതിനും നമ്മൾ അസ്യൂം ചെയ്യുന്നതിനും എത്ര എക്സ്ട്രാ റിട്ടേൺ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇതിന് റിസ്ക് ടു റിവാർഡ് റേഷ്യോ എന്ന് പറയും. ഓക്കെ, ഇവിടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ എത്ര ഹയർ ആണോ, ഹയർ ദ റേഷ്യോ ബെറ്റർ ദ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ ആ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റേഷ്യോ എത്ര ഹയർ ആവുന്നോ അത്രയും ബെറ്റർ ആണ് അതിൻ്റെ പെർഫോമൻസ്, ആ ഒരു പോർട്ട്ഫോളിയോൻ്റെ അല്ലെങ്കിൽ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറയും. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് ഓഫ് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഒന്ന് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ ഷാർപ്പ് റേഷ്യോ. ഷാർപ്പ് റേഷ്യോയിൽ ടോട്ടൽ റിസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ റിസ്കിനെ ഡിനോട്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. രണ്ടാമത്തെ ട്രെയിനർ റേഷ്യോ ആണ്. ട്രെയിനർ റേഷ്യോയിൽ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ നോൺ ഡൈവേഴ്സിഫയബിൾ റിസ്ക് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ബീറ്റ. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് റേഷ്യോ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഹയർ ദ റേഷ്യോ ബെറ്റർ ദ പെർഫോമൻസ്. ഇനി ഫണ്ടിനെ എങ്ങനെ റാങ്ക് ചെയ്യും, റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക ബേസ്ഡ് ഓൺ NAV, അതിൽ ഹയർ ദ റേഷ്യോ ഉള്ളത് നല്ലതായിരിക്കും. കൂടാതെ ഇവിടെ എന്തും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം, റിസ്ക് കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഷാർപ്പ് മെത്തേഡോ അല്ലെങ്കിൽ ട്രെയിനർ റേഷ്യോയോ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ സമ്മറി പറയുകയാണെങ്കിൽ റിട്ടേൺ ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് യൂസിങ് NAV മെത്തേഡ്. ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്ന NAV മെത്തേഡാണ്. ട്രഡീഷണൽ പോർട്ട്ഫോളിയോസിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എക്സിറ്റും എൻട്രിയും ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് തന്നെ. ഓക്കെ, പിന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേണും റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യണം, റിസ്ക്കും കൂടി വെച്ച് വേണം റിട്ടേൺ ഇവാലുവേറ്റ് ചെയ്യാൻ. ഷാർപ്പ് റേഷ്യോയും ട്രെയിനർ റേഷ്യോയും നമ്മളെ ഫണ്ട് കമ്പയർ ചെയ്യാൻ, ഫണ്ടിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ എളുപ്പത്തിൽ സഹായിക്കും. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേണിൻ്റെ തിയറി അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.